ഉമ്മമാർ, സഹോദരിമാർ, അഫ്ളലുശ്ശുഹൂർ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും അല്ലാഹുവിന് ഇഷ്ടവുമുള്ള മാസത്തിൽ അല്ലാഹുവിന് അഫ്ളലുൽ അഅ്മാൽ ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യർ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് ഇമാമുകൾ പ്രഖ്യാപിച്ച ഇൽമ്, അറിവ് നുകരുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ ഒരുമിച്ചു കൂടിയ ഈ കർമ്മം അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടേക്ക് വന്ന ഓരോ കാൽച്ചുവടുകളും നാളെ സ്വർഗത്തിലേക്കുള്ള കാൽച്ചുവടുകളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ കർമ്മഫലങ്ങൾ തൂക്കുന്ന സമയത്ത് മീസാനിൽ ഖനമുള്ള വെയിറ്റായി അമലായി അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. ദാനധർമ്മം വിശ്വാസിയുടെ മുഖമുദ്ര എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. അല്ലാഹുവിന്റെ അടിമകളായ സർവശക്തന്റെ ഈ അണ്ഡകടാഹം മുഴുവനും അടക്കി ഭരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചെറിയ അടിമകളായ നമുക്ക് അല്ലാഹു ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് സാമ്പത്തിക അഭിവൃദ്ധി എന്നത്. സമ്പത്ത് ജീവിതത്തിലെ അനിവാര്യമായ ഒരു മാധ്യമമാണ്. ധനം, സമ്പത്ത്, ആവശ്യമായ പണം ഇല്ലാതെ ഭൗതിക ലോകത്ത് ജീവിക്കാൻ തന്നെ കഴിയില്ല. അല്ലാഹു തരുന്ന പണം, സമ്പത്ത്, ധനം അത് ഒരു തരത്തിൽ ഒരു പരീക്ഷണമാണ്. അല്ലാഹു നമുക്ക് നൽകിയതിൽ നിന്ന് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക, സ്വതക്ക കൊടുക്കുക, നിർബന്ധ ബാധ്യതകൾ വീട്ടുക, സകാത്ത് കൊടുക്കുക, ആശ്രിതർക്ക് ഊട്ടുക, വസ്ത്രം നൽകുക, പാർപ്പിടം നൽകുക. അല്ലാഹു നമുക്ക് തന്നത് അത് ചിലവഴിക്കാണ്. അപ്പൊ ധനം കൊണ്ട് നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുമുണ്ട്. അല്ലാഹു തആല പൊരുത്തമില്ലാത്ത മാർഗത്തിലൂടെ ചെലവഴിക്കുകയും സുഖാസ്വാദനത്തിന്റെ, ആഡംബരത്തിന്റെ വഴികളിൽ പണം ദൂർത്തടിക്കുകയും ചെയ്യുമ്പോൾ അത് കോട്ടമാവുകയും
അള്ളാഹു തന്നത് ആർക്കും കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നതും കോട്ടമാവുകയും, എന്നാൽ അള്ളാഹ് നമുക്ക് തന്നതാണ്, ഇത് നമ്മുടെ മുതലല്ല. ഇക്കണ്ട അടിമകളിൽ വെച്ച് അള്ളാഹു ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും നമ്മൾ കൊടുത്തു വീട്ടേണ്ടതാണ് അർഹർക്ക് എന്ന ബോധമാണ് അടിമകൾക്കുണ്ടാകേണ്ടത്. ധനം കൊണ്ട് നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഭൗതികമായ നേട്ടങ്ങളുണ്ട്, പരലോകപരമായ മതപരമായ നേട്ടങ്ങളുണ്ട് അല്ലെ. ഭൗതികമായ നേട്ടങ്ങൾ ഒരുപാടാണ്. ഒന്ന്, നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ദുന്യാവിൽ ആവശ്യമായ കാര്യങ്ങൾ വീടുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. മതപരമായ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതും നമ്മൾ ബോധവാന്മാരെ ആകേണ്ടത്. ചിലരൊക്കെ വിചാരിച്ചുള്ള എന്താ വെച്ചാല് സക്കാത്ത് കൊടുക്കുക, പിന്നെ നമ്മുടെ ആശ്രിതർക്ക്, വീട്ടിലുള്ളവർക്ക്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇവർക്കണ്ട് കൊടുത്ത സംഗതി കഴിഞ്ഞു, നിർബന്ധ പരിപാടി കഴിഞ്ഞു, ഇന്നെ വേണമെങ്കിൽ കണ്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് ചിലവരെ ധാരണ. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നമ്മെ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ മക്കൾ, ഭാര്യമാർ, മാതാപിതാക്കൾ, ഇവർക്കും കൊടുക്കൽ നിർബന്ധമാണ്. അതിനു പുറമെ മനുഷ്യർക്ക് അവരുടെ ജീവിത വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കൽ സമൂഹത്തിലെ സമ്പന്നന്മാരുടെ ഫർള് കിഫയാണ് എന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹി തആല രേഖപ്പെടുത്തുന്നു. സമ്പന്നരുടെ മേൽ എന്ന് പറയുമ്പോ ചിലര് സമ്പന്നർക്കല്ലേ, നമ്മളിപ്പോ സമ്പന്നരൊന്നല്ല, അങ്ങനല്ല. സമ്പന്നർ എന്ന് പറയുന്നതിന്റെ ഇവിടെ ഉദ്ദേശം കോടിക്കണക്കിന് സ്വത്തും ബെൻസ് കാറും ഉണ്ടാവല്ല. സമ്പന്നർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്കും തന്റെ ആശ്രിതർക്കും ഒരു വർഷത്തേക്ക് ആവശ്യമായ ചെലവ് കഴിച്ച് ബാക്കി പണമുള്ളവർ എല്ലാം സമ്പന്നർ തന്നെ. ഒരു വർഷത്തേക്കുള്ള കൃത്യമായ പണം ഉണ്ടാവണമെന്നില്ല. ഒരു വർഷം നമുക്ക് കൃത്യമായി മുടങ്ങാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ശമ്പളമുള്ള ജോലി ഉണ്ടായാലും മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ സമ്പന്നര് തന്നെയാണ്. അള്ളാഹു ഉള്ള സമ്പത്ത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇല്ലാത്തവർക്ക് എന്ന് വെച്ചാൽ കടബാധ്യതയുള്ളവർ, പ്രയാസമുള്ളവർ, അത് വിഷമിക്കേണ്ടതില്ല. അള്ളാഹ് ആ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ടതേയില്ല. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന എന്നാണ് മുത്തുനബി ദുആ ചെയ്തത്. പാവപ്പെട്ടവരുടെ കൂടെ പടച്ച തമ്പുരാൻ ഉണ്ടാകും എപ്പോ? ക്ഷമിച്ച് സഹിച്ച് നിൽക്കുമ്പോൾ. അപ്പൊ പണം എന്നത് ഒരു പരീക്ഷണമാണ്. അത് നല്ല നിലയിൽ അതിനെ വ്യയം ചെയ്യുമ്പോഴാണ്, അത് ചിലവഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം കാണാൻ പറ്റുന്നത്. ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും സ്വദഖ കൊടുക്കൽ, അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ പ്രതിഫലങ്ങൾ, അതെപ്പോഴൊക്കെയാണ് നിർബന്ധമാകുന്നത് എന്ന് തുടങ്ങി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ദാനധർമ്മശീലനായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ചോദിച്ചു വന്നവനെ മടക്കാതിരിക്കൽ
അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവാണ്. ഉള്ളതെന്താണോ അതിൽ നിന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമായിരുന്നു. മുത്തുനബി ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്തിരുന്നത് റമളാനിലാണ്. റമളാനും സ്വതക്കയായിട്ട് നന്നായി ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സ്വദഖത്തി അഫ്ളൽ ഖാല സ്വദഖത്തുൻ ഫീ റമളാൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വദഖ, ഏത് സ്വദഖയാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബിയുടെ മറുപടി അത് റമളാനിലുള്ള സ്വദഖയായിരുന്നു എന്നാണ്. മാത്രമല്ല മറ്റുള്ള മാസങ്ങളെക്കാൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖക്ക് വേണ്ടി എല്ലാം പെറുക്കി സ്വതക്ക കൊടുക്കുന്ന പതിവ് റമളാനിലുണ്ടായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ദാനശീലനായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ, മുത്തുനബി റമളാനിലാണ് കൂടുതൽ ദാനങ്ങൾ കൊടുത്തിരുന്നത്. കാരണമെന്തേ? ഹീന യൽഖാഹു ജിബ്രീൽ, എല്ലാ രാവുകളിലും ജിബ്രീൽ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ഓദിപ്പിക്കാറുണ്ട്. ജിബ്രീലിനെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളിലെല്ലാം സ്വതക്ക കൊടുക്കണമെന്ന് മുത്തുനബിക്ക് വാശിയായിരുന്നു. റമളാനിലെ എല്ലാ ദിവസവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ കൊടുത്തിരുന്നു. ആരാണ് ഹബീബ് റസൂലുള്ളാഹി? സ്വദഖകൾ വാരിക്കോരി കൊടുക്കാൻ മാത്രം ധനകോടികളുടെ സമ്പന്നനായിരുന്നില്ല. വിരിപ്പും കട്ടിലും മാത്രമുള്ള തോൽപാത്രത്തിൽ മാത്രം ഭക്ഷണം കഴിച്ച് വളരെ ലളിതമായ ജീവിതം നയിച്ച് ഈന്തപ്പനയിലോലകൾ കൊണ്ട് മേഞ്ഞ വീടിൽ കഴിഞ്ഞ് ഏറ്റവും ലളിതമായ ജീവിതം ലോകത്തിന് മാതൃക കാണിച്ച ഹബീബ് റസൂലുള്ളാഹി പലപ്പോഴും വിശന്നുകൊണ്ട് വിശപ്പ് സഹിക്കാനാകാതെ അടുത്ത ഭാര്യമാരുടെ വീടുകളിലേക്ക് പോയി ഭക്ഷണത്തിന് വല്ലതുമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്ന സാഹചര്യം മുത്തുനബിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള മുത്തുനബിയാണ് കിട്ടുന്നത് മുഴുവൻ സ്വതക്ക കൊടുക്കുന്നു, ഉള്ളത് മുഴുവനും ദാനം ചെയ്യുന്നു. കോടികളുടെ സമ്പത്ത് വേണ്ട, കോടികളുടെ സമ്പന്നത വേണ്ട, സ്വതക്ക കൊടുക്കാനെന്ന് പഠിപ്പിച്ച നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്കകൾ എങ്ങനെയാകണം, എന്താകണമെന്ന് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറയുകയാണ്, യബ്ന ആദം, ഓ മനുഷ്യകുലമേ, അൻതബ്ദുലൽ ഫളല ഖൈറുൽ ലക, നിനക്ക് നിന്റെ ജീവിത ആവശ്യത്തിനും നിന്റെ ആശ്രിതർക്ക് വേണ്ട ചെലവുകളും കൊടുത്തതിന് ശേഷമുള്ളത് ബാക്കിയുള്ളത് നീ മറ്റുള്ളവർക്ക് കൊടുക്കലാണ് നിനക്ക് ഖൈർ. വ അൻതുംസികഹു ശർറുൽ ലക, നിനക്കും നിന്റെ ആശ്രിതർക്കും ആവശ്യമുള്ളത് കഴിച്ച് ഇനിയും കൊടുക്കാതെ വീണ്ടും സേവിങ്സ് എന്ന് പറഞ്ഞ് സമ്പത്ത് കൂമ്പാരമിടുന്നത് ശർറുൽ ലക, നിനക്ക് ശർറാണ്. വലാ തുലാമു അലാ കഫാഫിൻ, എന്നാൽ നിനക്ക് ആവശ്യമുള്ളത് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സ്വതക്ക കൊടുക്കേണ്ടത് നിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾ മുതൽ ആണ്, നിന്റെ കുടുംബക്കാർ മുതൽ തുടങ്ങട്ടെ.
ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്നതും മക്കൾക്ക് ചെലവ് കൊടുക്കുന്നതും മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതും ഒക്കെ സ്വതക്കയാണ്. അതാണ് ആദ്യം നൽകേണ്ടത്. പിന്നെ അടുത്ത കുടുംബങ്ങളിലെ പാവപ്പെട്ടവർ, അങ്ങനെ കുടുംബക്കാരെ പരിഗണിച്ച് തുടങ്ങുക. അതൊരു വലിയ എക്കണോമിക്കൽ സിസ്റ്റമാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിലെ അവരവരുടെ റിലേഷൻസിലെ പാവപ്പെട്ടവരെ തെരഞ്ഞെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ സമൂഹം മൊത്തമായി പ്രശ്നപരിഹൃതമാകുന്നു. അതിലൂടെ നാടും രാജ്യവും ലോകവും സമ്പൽ സമൃദ്ധിയൊന്നും വേണമെന്നില്ല. ആവശ്യമായ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത എത്രയോ ആളുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അനവധി കുട്ടികളും പാവപ്പെട്ടവരും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, പാർക്കാൻ കൂരയില്ലാതെ കഷ്ടപ്പെടുന്ന, യാതനകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്ക് അല്ലാഹു തന്നത് നമ്മൾ മറന്നുപോകരുത്. ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. മറ്റൊരു ഹദീസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ്, അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ്. സ്വതക്ക നന്നായി കൊടുക്കുന്നവൻ അല്ലാഹുവിനോട് നന്നായി അടുത്തവനാണ്. ഖരീബും മിനൽ ജന്നah, സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും അടുത്തവനാണ്. ഖരീബും മിനന്നാസ്, ജനങ്ങളോട് ഏറ്റവും അടുത്തവനാണ്. ബഈദും മിനന്നാർ, നരകത്തിൽ നിന്ന് എത്രയോ ദൂരത്താണവൻ. വൽ ബഖീലു, എന്നാൽ കൊടുക്കാതെ പിടിച്ചു വെച്ച് പിശുക്ക് കാണിക്കുന്നവൻ ബഈദും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ദൂരമാണ്. ബഈദും മിനൽ ജന്നah, സ്വർഗ്ഗത്തിൽ നിന്ന് ദൂരെയാണ്. ബഈദും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ദൂരെയാണ്. ഖരീബും മിനന്നാർ, നരകത്തിലേക്ക് ഏറ്റവും അടുത്തവനുമാണ്. വലജാഹിലുൻ സഖിയുൻ അഹബ്ബു ഇലല്ലാഹി മിൻ ആബിദിൻ ബഖീൽ, മുതലിൽ നിന്ന് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച് അമല് ചെയ്യുന്ന ആളേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജാഹിലായ, അമല് കുറഞ്ഞ, എന്നാൽ ആളുകൾക്കവൻ സ്വതക്ക കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരെയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നല്ല അമലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വതക്ക കൊടുക്കാൻ കുറച്ച് മടി. എങ്ങനെ കൊടുക്കുക? അങ്ങനെയുള്ളവനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജാഹിലായ, അറിവില്ലാത്ത, അമല് കുറഞ്ഞ, എന്നാൽ സ്വതക്കകൾ കൊടുക്കുന്ന ആളെയാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ. സ്വതക്ക കൊടുക്കുന്നുണ്ട്, നമ്മൾ നിർബന്ധ ബാധ്യതകൾ നമ്മിൽ നിന്ന് വീടുന്നു എന്ന് മാത്രമല്ല, നമുക്ക് അല്ലാഹു വിധിച്ച, അല്ലെങ്കിൽ നമുക്ക് ഇനി വരാനിരിക്കുന്ന ഒരുപാട് ആപത്തുകൾ സ്വതക്കകൾ കൊണ്ട് ഇല്ലാതെയാകുമെന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിറൂ ബിസ്സദഖ, നിങ്ങൾ സ്വതക്ക നേരത്തെ കൊടുക്കുക. കാരണം ഫഇന്നൽ ബലാഅ ലാ യതഖത്താ, സ്വതക്ക കൊടുക്കുന്നവർക്ക് ആപത്തുണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകളും ചരിത്രങ്ങളും സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇന്ന സ്വദഖത ലതുത്ഫിഉ ഗളബർ റബ്ബ്, പടച്ച തമ്പുരാന്റെ കോപം സ്വതക്ക കെടുത്തിക്കളയും. അല്ലാഹു കോപം വച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പരലോകത്താരുമില്ലാതെ കഴിയുന്ന സാഹചര്യം,
എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ഞാൻ പോകുന്നതെന്ന് നിശ്ചയമില്ലാത്ത സാഹചര്യം. തിന്മകൾ ഒരുപാട് ചെയ്ത് കിതാബുകൾ വായിച്ചു നോക്കുമ്പോൾ എത്രയോ തിന്മയുണ്ട് എന്റെ ഏടിൽ. ഞാൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത ഓരോ തിന്മകളും ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ദേഷ്യപ്പെടുന്ന സമയം, ചൂടെടുത്ത് വിറങ്ങലിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയം, നമുക്ക് നമ്മുടെ ലായം ഫഴുമാലും ബലാബനൂൻ, നമ്മൾ പരലോകത്ത് നമുക്ക് നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും ഒന്നും ഒരു ഹെൽപ്പും ചെയ്യാത്ത ദിവസം അല്ലാഹു മാത്രമാണ് നമുക്ക് റഹ്മത്ത് ചെയ്യാൻ അധികാരമുള്ളവൻ. ആ കോപം പിടിച്ചിരിക്കുന്ന റബ്ബിന്റെ കോപം കെടുത്തിക്കളയാൻ നീ കൊടുക്കുന്ന സ്വതഖക്ക് കഴിവുണ്ട്. ഇന്ന സ്വതഖത ലതുത്ഫിഉ ഗളബർ റബ്ബ്, സർവലോക രക്ഷിതാവിന്റെ കോപം കെടുത്തിക്കളയും സ്വതഖ. വതദ്ഫഉ മീതത്തസ്സൂഅ്, മരണം, ദുഷ്മരണത്തിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന് നിന്റെ സ്വതഖ നിന്നെ സംരക്ഷിക്കും. റോഡരികുകളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ആക്സിഡന്റുകൾ എത്രയോ നമുക്ക് കാണാം. മരണസമയം നല്ലതാവുക എന്നത് ഒരു മുഅ്മിനിന്റെ അന്ത്യാഭിലാഷമാണ്. മരണം നന്നായാൽ സർവവും നന്ന്. ദുർമരണങ്ങൾ ആരും കൊതിക്കുന്നില്ല. കീറിമുറിക്കാൻ പാർവിധത്തിൽ നമ്മുടെ മൃതശരീരങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് മൃതശരീരങ്ങൾ, മയ്യിത്തുകൾ കീറിമുറിക്കുന്ന സാഹചര്യം, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാഹചര്യം, ആക്സിഡന്റുകൾ പെട്ട് റോഡരികുകളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന സാഹചര്യം, അതേ ദുർമരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വതദ്ഫഉ മീതത്തസ്സൂഅ്, സ്വതഖ ദുർമരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. സ്വതക്കകൾ പണം തന്നെ കൊടുക്കണമെന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങുണ്ടോ? നല്ല സുഖല്ലേ കർട്ടന്റെ ബാക്കിൽ നിന്ന് ഉറങ്ങാന്? ഉറങ്ങല്ലിട്ടോ. പണം തന്നെ കൊടുക്കണമെന്നുണ്ടോ സ്വതക്കക്ക്? ഇല്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടു. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ ഇവിടെ ജീവിച്ചതിനേക്കാൾ സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ നാളെ ഒരുമിച്ച് ജീവിക്കാൻ അല്ലാഹു ഇനിയും ഭാഗ്യം നൽകുമാറാകട്ടെ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മ സഅദിൻ മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടു മുത്തുനബിയെ. ഫഅയ്യു സ്വദഖതി അഫ്ളൽ, അപ്പോൾ ഞാൻ ഏത് സ്വദഖ കൊടുക്കലാണ് ഏറ്റവും നല്ലത്? മരണപ്പെട്ടു പോയവരുടെ പേരിൽ സ്വദഖ ചെയ്യാൻ ഇമാം അബൂദാവൂദ്, നസായി, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് സ്വീകരിക്കും. സ്വദഖ സവാബ് അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ മദ്ഹബിൽ ചർച്ച തന്നെയുണ്ട്. മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മൾ ഓതുന്ന ഖുർആൻ ഖത്മുകൾ അല്ലെങ്കിൽ ഖുർആൻ സൂറത്ത് ഹദിയ ചെയ്യുന്നതാണോ, അവരുടെ പേരിൽ സ്വദഖ കൊടുക്കുന്നതാണോ ഏറ്റവും നല്ലത്? നമ്മുടെ മദ്ഹബ് പ്രകാരം സ്വദഖ കൊടുക്കുന്നതാണ്. എങ്ങനെ? അവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം അവരുടെ പേരിൽ സ്വദഖ ചെയ്യുന്നതാണെന്ന് ആണ് നമ്മുടെ മദ്ഹബിന്റെ പക്ഷം. കാരണം ഖുർആൻ ഓതിയാൽ അതിന്റെ മിസ്ല്, അതിന്റെ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല.
ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ആണ് ഞാൻ പറഞ്ഞത്. മറ്റു ഇമാമുകൾ ഖുർആനാണ് അഫ്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്വതക്ക കൊടുക്കൽ വളരെ പുണ്യകരവും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നന്നായി ഉപകാരം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അത് ഈ സ്വഹീഹായ ഹദീസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു, ഇന്ന ഉമ്മ സഅദിൻ മാതത്, നബിയേ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഫഅയ്യു സ്വദഖത്തി അഫ്ളൽ, ഏത് സ്വദഖയാണ് ഞാൻ നൽകേണ്ടത്, ഏത് സ്വദഖയാണ് ഏറ്റവും ശ്രേഷ്ഠം? അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? ഖാല അൽ മാ, വെള്ളം, ജലം. വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ, ജലം കുറയുന്ന സാഹചര്യത്തിൽ വെള്ളം കൊടുക്കൽ ഏറ്റവും വലിയ സ്വതക്കയാണ്. കോരുന്ന കിണറ്റിലല്ലേ വെള്ളം ഉണ്ടാവും. ജലക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പല നാട്ടിലും. ബാംഗ്ലൂരൊക്കെ ആളുകൾ വളരെ വലിയ തോതിൽ കുടിയൊഴിഞ്ഞു പോവുകയാണ്, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കിട്ടാതെ. നഗര പട്ടണം പ്രദേശമാണല്ലോ ബാംഗ്ലൂർ. പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ജലക്ഷാമം അള്ളാഹുവിന്റെ വളരെ വളരെ വലിയൊരു പരീക്ഷണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജലമില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ജീവിക്കാൻ തന്നെ കഴിയില്ലല്ലോ. നമുക്ക് ജീവവായു പോലെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ജലം, വെള്ളം. അല്ലാഹു പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങളുടെ കിണറുകളിലെ ജലസ്രോതസ്സുകളിലെ നിങ്ങളിലെ ഭൂമിയിലെ വെള്ളം മുഴുവനും ഉപയോഗശൂന്യമാക്കിയാൽ നിങ്ങൾക്കാര് വെള്ളം കൊണ്ടുതരുമെന്ന് പടച്ച തമ്പുരാൻ സൂറത്തുൽ മുൽക്കിലൂടെ ചോദിച്ച ചോദ്യം നമ്മുടെ ഖൽബിലുണ്ടാകണം. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വെള്ളക്ഷാമം വളരെ വലിയ ഒരു പരീക്ഷണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, സ്വതക്കയിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതെന്ന് സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ പേരിൽ സ്വതക്ക കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ മുത്തനബി പറഞ്ഞു, ഖാല അൽ മാ, വെള്ളം കൊടുത്തോ. അപ്പൊ ഫഹഫറ ബിറൻ, സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ തന്നെ കുത്തി ജനങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ലി ഉമ്മി സഅദ്, ഇതെന്റെ ഉമ്മാക്കാണ്, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ കുഴിച്ച കുഴിയാണ്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. സ്നേഹമുള്ള മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കൾ മരണസമയവും അവരെ പരിചരിച്ചു കൊണ്ടിരിക്കും. മരണസമയം എങ്ങനെ പരിചരിക്കുക? ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു, ഹദിയകൾ ചെയ്യുന്നു, സദഖകൾ ചെയ്യുന്നു, ദുആകൾ ചെയ്യുന്നു, ഖുർആൻ ഖത്മുകൾ ചെയ്യുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സർവർക്കും അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. ദാനധർമ്മം ഭൗതിക ലോകത്ത് നമുക്ക് ഉണ്ടാക്കിത്തരുന്ന നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ദുർമരണത്തെ നിന്ന് സംരക്ഷിക്കുന്നു, പിന്നെ നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ തടയുന്നു, അങ്ങനെ തുടങ്ങി പരലോകത്തുമുള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരുപാടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മർസദ് ബിൻ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന സ്വഹാബി, അവർ പറയുകയാണ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു എന്ന് ചില സ്വഹാബികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇന്ന ദില്ലൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി സദഖതുഹു. നേരത്തെ പറഞ്ഞ എല്ലാവരും സംഭ്രമചിത്തരായി പോകുന്ന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ചൂടനുഭവിക്കുന്ന ഖിയാമത്ത് നാളിൽ
ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ചൂട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെ? സൂര്യൻ എത്രയോ അകലെ നിൽക്കണം, എത്രയോ അകലെ. 14 കോടിയിലധികം കിലോമീറ്ററുകളാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എത്ര? 14 കോടിയിലധികം. ഇങ്ങനെ 14 കോടിയിലധികം കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ നമുക്ക് ഇവിടെ നിന്ന് പറ്റുന്നില്ല എങ്കിൽ വളരെ അടുത്ത് ഒരു ചാണെന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്, ഒരു മുഴമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിരുന്നാലും വളരെ അടുത്ത് സൂര്യൻ നിൽക്കുന്ന മഹ്ശറിൽ ആരും വേവലാതി പൂണ്ട് വാവിട്ട് കരയുന്ന മഹ്ശറിന്റെ നാളുകളിൽ ഇന്ന ളില്ലൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി സ്വദഖതുഹു, മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ മുഅ്മിനിന്റെ നിഴൽ, മുഅ്മിനിന്റെ തണൽ, ചുട്ടുപൊള്ളുന്ന ചൂടിൽ സത്യവിശ്വാസികൾക്ക് തണലായി ലഭിക്കുന്നത് സ്വദഖതുഹു, അവൻ ദുനിയാവിൽ വെച്ച് നൽകിയ സ്വദഖകളാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് എന്ത് കൊടുത്താലും സ്വതക്ക തന്നെയാണ്. നമ്മളങ്ങനെ വർഗീയവാദികളാവരുത്. നിങ്ങൾക്ക് മാത്രം കൊടുക്കുക, അവിശ്വാസികൾക്ക് കൊടുത്ത കൂലി കിട്ടോ? കൂലിയിട്ടാണ്ട് മനുഷ്യരനാവണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഫീ കുല്ലി ദാതിക ബിദിൻ റത്ബത്തിൻ അജ്റുൻ, എല്ലാ ജീവന്റെ തുടിപ്പുള്ള വസ്തുക്കളിലും പച്ചക്കരളുള്ള എല്ലാത്തിലും നിങ്ങൾക്ക് കൂലിയുണ്ട് എന്നാണ്. ഒരു മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വരെ കൂലിയുണ്ട്. അപ്പോ വിശ്വാസികളാകണം, മുസ്ലിങ്ങളാകണം സദഖ എന്നില്ല. ആർക്കും കൊടുക്കുന്ന മനുഷ്യരാവണമെന്നില്ല. ജീവജാലങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകൾ മുഴുവനും അത് സദഖ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സദഖ അടുത്ത കുടുംബക്കാരെ ആദ്യം പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്സദഖത്തു അലൽ മിസ്കീനി സ്വദഖ, പാവപ്പെട്ടവർക്ക് സ്വദഖ കൊടുക്കുന്നത് അത് സ്വദഖയാണ്, അത് പ്യുവർ സ്വദഖ. എന്നാൽ വഹിയ അലാ ദീ റഹിമിൻ സിൻതാനി, അത് നമ്മുടെ കുടുംബ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കുടുംബത്തിനാകുമ്പോഴോ അതിൽ 2 ഗുണമുണ്ട്. സ്വദഖത്തുൻ വസിലത്തുൻ, അതിൽ സ്വദഖയുടെ കൂലിയും കിട്ടും, കുടുംബ ബന്ധം ചേർക്കുന്ന കൂലിയും കിട്ടും. അയച്ചിട്ട് ചിലര് പുറത്ത് കൊടുക്കുകയല്ല, കിട്ടണമൊക്കെ നമ്മളെ കുടുംബത്തേക്ക്. അങ്ങനല്ല, അങ്ങനത്തെ ഒരു ധാഷ്ട്യം വരാൻ പാടില്ല. ഏത് അമലും സ്വീകാര്യമാകുന്നത് നമ്മുടെ മനസ്സിന്റെ നിയത്ത് പോലെയാണ്, മനസ്സിലെ കരുത്ത് പോലെയാണ്. അപ്പോ ഏതായാലും അതൊക്കെ കൊടുക്കാനും പറഞ്ഞത് ഇപ്പൊ എന്താ ചെയ്യാ, ഒരു ഐഡിയ ഉണ്ട്, കുടുംബക്കാർക്ക് മൊത്തം കുടുംബത്തിൽ തീർക്കുക. അങ്ങനല്ല, പാവപ്പെട്ടവർ വന്നാൽ അവർക്ക് കൊടുക്കണം. പരിഗണിക്കേണ്ടത് അടുത്ത കുടുംബക്കാരെയാണ്. അത് നമ്മുടെ മനസ്സ് ഇങ്ങനെയാവണം. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അല്ലാതെ അതിലൊരു വിശ് കാണിക്കണം ആണ്ടല്ലോ. തിന്നണമൊക്കെ നമ്മളെ ആൾക്കാരായിക്കോട്ടെ, അങ്ങനത്തെ ചിന്ത ആയിട്ട് കൊടുക്കരുത്. ഓക്കെ, സ്വതക്ക കൊടുക്കുന്നത് ഇപ്പോ ബദർ ദിനം വരാൻ പോവാണ് അല്ലേ? ജാദൂബി അംബാലിൻ വബാഉ നുഫൂസഹും, സ്വന്തം ശരീരങ്ങളും സ്വന്തം സമ്പത്തുകളും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ച ശുഹദാക്കൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിരോധ യുദ്ധം തീർത്ത സ്വഹാബികൾ, സ്വന്തം ഉമ്മയും ഭാര്യയും മക്കളും എല്ലാം വിട്ട് താൻ സ്വയം മരിക്കാൻ പോവുകയാണ്, ഷഹീദാകാൻ പോവുകയാണ് എന്ന ദൃഢനിശ്ചയമെടുത്ത് എല്ലാം ഉപേക്ഷിച്ച് യുദ്ധത്തിന് പോകണമെങ്കിൽ ചില്ലറ ഈമാനൊന്നും പോരാ. അങ്ങനെ
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരുടെ പ്രതിഫലമുണ്ട് സദഖക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ടവർക്കും അശരണർക്കും സഹായം നൽകുന്ന, ദാനം നൽകുന്ന, സദഖ നൽകുന്നവർ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. കുടുംബവും നാടും ഭാര്യമാരും മക്കളെയും ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി പോർക്കളത്തിൽ ഷഹീദായ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരുടെ പോലെയാണെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി ഇങ്ങനെയും കൂടി പറഞ്ഞോ എന്ന് ഞാൻ ഭാവിക്കുകയാണ്. എങ്ങനെ? വകൽ ഖായിമില്ലദീ സ്വതക്ക കൊടുക്കുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത, യുദ്ധം ചെയ്തവരെ പോലെയാണെന്ന് പറഞ്ഞതിനു ശേഷം മുത്തുനബി ഇങ്ങനെ കൂടി പറഞ്ഞോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെ? വകൽ ഖായിമില്ലദീ ലാ യഫ്തുർ. നേരം പുലരുവോളം തളരാതെ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് സ്വതക്ക കൊടുത്തവൻ. കഴിഞ്ഞില്ല. വകസ്വായിമില്ലദീ ലാ യുഫ്തിർ. നോമ്പ് മുറിക്കാതെ, നോമ്പ് തുറക്കാതെ നിരന്തരമായി നോമ്പെടുക്കുന്നവനെ പോലെയുമാണ് സ്വതക്ക കൊടുക്കുന്നവനെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മണിക്കൂർ ചെലവഴിച്ച് കിട്ടുന്ന പുണ്യമാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കിട്ടുന്നത്. അതാണ് അത് ചിലർ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്കും പുണ്യം കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ചിലർ അങ്ങനെയാണ്. നിങ്ങളൊന്നും അങ്ങനല്ല. അവിടെ കൊടുക്കാൻ മടി വെച്ചിട്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരാൾക്കണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യണ്ട് വിറക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോ കൊടുക്കാൻ, ഒരാൾക്ക് കൊടുക്കുക, നമ്മൾക്ക് അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന മനസ്സ് വളരെ വലിയ പ്രോത്സാഹനീയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഫല്ലും പ്രതിഫലവും സ്വതക്കക്കുള്ളത്. നമ്മള് എല്ലാ നബിദിനത്തിനും കേൾക്കുന്ന ഹദീസാണ് അല്ലെ? എന്താ എല്ലാ നബിദിനത്തിനും കേൾക്കുന്ന ഹദീസ് എന്താ? എന്തൊക്കെ ഉണ്ടല്ലേ ഞാൻ ചോദിച്ചപ്പോ എന്തെങ്കിലും കൂർക്കം വലിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഓർമ്മണ്ടോ? അല്ലാഹ്ക്കറിയാം. ഈച്ച കേറുട്ട മൂക്കില്. ലൈസൽ മുഅ്മിനു ബില്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബി. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് വയറ് നിറക്കുന്നവൻ യഥാർത്ഥ സത്യവിശ്വാസിയല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യത്വത്തിന്റെ മകുടോദാഹരണമാണ് മുത്തുനബിയുടെ അധ്യാപനങ്ങൾ. അയൽവാസി ഏത് മുസ്ലിം തന്നെ ആവണമെന്നില്ല, ആരായാലും അവനവിടെ അങ്ങനെ വിശന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുമ്പോ ഇവിടെ ഏമ്പക്കം വിടും. അത് സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഖൽഖു ഇയാലുല്ലാഹ്. സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിന്റെ ബന്ധുമിത്രാദികളാണ്. അള്ളാഹുവിന്റെ ബന്ധുമിത്രാദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബ്ലഡ് റിലേഷൻ അല്ല, അള്ളാഹുവിന്റെ അടിമകൾ എന്ന അർത്ഥത്തിൽ. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി മൻ അഹ്സന ഇലാ ഇയാലിഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ അടിമകൾക്ക് വല്ലതും കൊടുക്കുന്നവരെയാണ്. ചിലർ കാണാം എല്ലാം കൊടുക്കും, പിന്നെ വല്ല സാഹചര്യം വന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയാൽ പണ്ട് കൊടുത്തത് മുതല് എടുത്ത് പറഞ്ഞ് എനിക്ക് ഞാൻ അത് തന്നില്ലടാ, ഇന്നോട് വർത്താനം പറയാനാണ്, അന്ന് അങ്ങനെ കൊടുക്കുമ്പോ എനിക്ക് എന്തൊക്കെ തന്നടാ, അതെടുത്ത് പറയുകയും ചിലർ അതിനേക്കാൾ മോശം നല്ല നിലയിലും വർത്താനം പറഞ്ഞ്
വെച്ചിരിക്കുമ്പോ ചിലപ്പോ പലതും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വതക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ പൈസ ഒക്കെ കൊടുത്ത് അതൊന്നും വെച്ച് തരണ്ട പോട്ടെ. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ എന്തേലും അതിർത്തി തർക്കോ അല്ലെങ്കിൽ വല്ല പരദൂഷണം പറയണതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ ഉടക്കിയാല് ഉണ്ടെന്നോ തന്നോ അന്ന് തന്നിട്ടുണ്ടെന്നോ ഇന്റെ മുതലും വെച്ചിട്ട് ഇജ്ജ അവിടെ ഇരിക്കല്ലേ. ഇങ്ങനെ സ്വതക്കകൾ കൊടുത്തത് എടുത്തു പറയുക, അല്ലെങ്കിൽ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുക, അത് വളരെ വലിയ മോശം, കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ മോശം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ലാ തഉദ് ഫീ സ്വദഖതിക, നീ സ്വതക്ക കൊടുത്തെങ്കിൽ അത് തിരിച്ചു വാങ്ങരുത്. ഫഇന്നൽ ആയിദ ഫീ സ്വദഖതിഹി കൽ ആയിദി ഫീ ഖൈഇഹി, സ്വതക്ക കൊടുത്തത് തിരിച്ചു വാങ്ങുന്നത് സ്വയം ഛർദിച്ചത് ഉള്ളിലേക്ക് വീണ്ടും ഇറക്കുന്നത് പോലെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധസേവനത്തിനായിട്ട് ഒരാൾക്ക് ഒരു കുതിരയെ കൊടുത്തു, സ്വതക്ക കൊടുത്തതാണ് കുതിര. അപ്പോ ആള് ആ കുതിരനെ വേണ്ട വിധമൊന്നും പരിചരിക്കണില്ല. അപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, വിചാരിച്ചു അത് സ്വതക്ക കൊടുത്തേ തിരിച്ചു വാങ്ങാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? അത് പൈസ കൊടുത്ത് വാങ്ങാം, ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാം എന്ന് ഉമർ റളിയല്ലാഹു തോന്നി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? നീ അത് ചെയ്യരുത്. ഒരു ചെറിയ വെള്ളിക്കാശിന് അവൻ തന്നാലും ശരി, നിന്റെ സ്വതക്ക നീ തിരിച്ചു വാങ്ങരുത്. കാരണം സ്വന്തം സ്വതക്ക കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവൻ ഛർദിച്ചത് തിന്നുന്ന നായയ്ക്ക് തുല്യമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വതക്കക്ക് പുണ്യനാളുകളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് പുണ്യമേറെയുണ്ട് എന്ന് പറയുന്നത് പോലെ സ്വതക്ക റമളാനിലായാൽ ഏറ്റവും നന്നു, റമളാനിൽ തന്നെ അവസാന 10-ലായാലോ വളരെ പ്രതിഫലമാണ്. റമളാനിലെ അവസാനത്തെ 10-നോട് ഏകദേശം തുല്യ പ്രാധാന്യമായി നിൽക്കുന്ന വേറൊരു 10 ഉണ്ട്. അതേത് 10? റമളാനിന്റെ അവസാനത്തെ 10-നോട് പ്രതിഫലത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യതയിൽ സാമ്യമായി നിൽക്കുന്ന മറ്റൊരു 10 കൂടെയുണ്ട്. അത് ദുൽഹിജ്ജ ആദ്യത്തെ 10. ദുൽഹിജ്ജ ആദ്യത്തെ 10 വളരെ മഹത്വമേറിയ പുണ്യകരമായ 10. ആ 10-ലും അതുപോലെ റമളാനിലെ അവസാനത്തെ 10-ലൊക്കെ സ്വതക്ക കൊടുക്കുന്നത് മാത്രല്ല, പുണ്യകർമ്മങ്ങൾ നന്നായി ചെയ്യുന്നത് നന്നായി പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. ഒരു സംശയം, സ്വതക്ക കൊടുക്കുമ്പോൾ രഹസ്യമായാണോ പരസ്യമായാണോ കൊടുക്കേണ്ടത്? രഹസ്യമായാണോ പരസ്യമായാണോ കൊടുക്കേണ്ടത്? രണ്ടും കൊടുക്കാം. രണ്ടും കൊടുക്കാം. കാരണം ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്, നിങ്ങൾ സ്വതക്കകൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ്, എന്നാൽ നിങ്ങളത് രഹസ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്ന അർത്ഥം വരുന്നതാണ് സൂറത്തുൽ ബഖറയിലെ 271-ാം ആയത്തിലുള്ളത്. പക്ഷെ പരസ്യമായി കൊടുക്കുമ്പോ കാണട്ടെ, ഓന്റെ ഒരു വിചാരമുണ്ട്, ഞാനൊന്നും കൊടുക്കില്ല, കാണട്ടെ, കണ്ടോ, അങ്ങനെ മനസ്സിൽ വന്നാൽ അത് ഹറാമായി, ശിർക്കായി എന്നിവരെ പറഞ്ഞിട്ടുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്ക് ഏറ്റവും വലിയ ദോഷമാണ്. അത് സ്വതക്ക മാത്രമല്ല, ഏത് കർമ്മം ചെയ്യുമ്പോഴും അമല് ചെയ്യുമ്പോഴും നാട്ടുകാരെ ബോധിപ്പിക്കണം, കുടുംബക്കാരെ ബോധിപ്പിക്കണം. കുടുംബക്കാരെന്നല്ല, ഏതെങ്കിലും ഒരു അല്ലാത്തൊരു പടപ്പിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോയി വെള്ളത്തിൽ വരച്ചതുപോലെ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല.
ഖുർആന് റമളാനിന് കുറെ ഓതും. എന്തിന്? ഞാൻ ഇത്ര ഹത്തം തീർത്തു ചോദിച്ചാലേ പറയുള്ളൂ, അല്ലാണ്ട് ആരോടും പറയില്ല. അതിന് ചോദിച്ചാൽ പറയണോണ്ടല്ല പ്രശ്നം, അതിന് വേണ്ടി ഓതുക. ചോദിച്ചാ പറയാലോ. എങ്ങനെ ഇവരൊക്കെ ഓതുമ്പോ എന്നും ഇങ്ങനെ ഇതിനു പോകുമ്പോ അടുത്തിരിക്കണ സുലൈഖാത്ത് ചോദിക്കും, എന്റെ എത്ര ജുസായിടി, ഇന്റെ 20 ആയിടി, അങ്ങനെ പറയാൻ വേണ്ടി ഓതുക. നിങ്ങളെ കുറിച്ചല്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി മാത്രം അമല് ചെയ്യുന്ന ഇഖ്ലാസുള്ളവരിൽ അള്ളാഹു നമ്മെ അവന്റെ അനുഗ്രഹം കൊണ്ട് പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിൽ നമ്മൾ ഒരുപാട് അമല് ചെയ്ത ആളുകൾ പരലോകത്ത് ചെന്നിട്ട് ചിലപ്പോ ഒന്നും കാണില്ല. അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, നീ ആർക്ക് വേണ്ടിയാണോ അമൽ ചെയ്തത് അവരോട് ചെന്ന് ചോദിക്കുക പ്രതിഫലം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇഖ്ലാസ് ഉള്ളവരാകണം. അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അമല് ചെയ്യുന്ന മുഖ്ലിസീങ്ങൾ, മുത്തഖീങ്ങളാകുമ്പോഴാണ് അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുക. ആർക്കു വേണ്ടി ചെയ്തത് അത് ദുന്യാവിലെ നേട്ടാണ്. അത് ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോ അത് ദുന്യാവിലെ നേട്ടാണ്. ഒന്നൊക്കെ അഭിമാനം, അല്ലെങ്കിൽ ഒരു ഗമ, അല്ലെങ്കിൽ എടുത്ത് പറയാലോ. അപ്പോ സ്വതക്കയുടെ വിഷയത്തിലും അതുപോലെ തന്നെ പരസ്യമായും കൊടുക്കാം, ഒരു കുഴപ്പമില്ല, രഹസ്യമായും കൊടുക്കാം. പക്ഷെ നമ്മുടെ മനസ്സ് അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം. പരസ്യമായി കൊടുക്കൽ നിർബന്ധമായ സാഹചര്യം വരുന്നുണ്ട്. അതെപ്പോഴാ? നമ്മുടെ കൊടുക്കൽ കണ്ടിട്ട് പ്രോത്സാഹനം ആയിട്ട് വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇപ്പോ വല്ല പിരിവോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പള്ളി നിർമ്മാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇൽമിയായ ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ പിരിവുകൾ ചോദിക്കുമ്പോ അവിടെ ഞാൻ പരസ്യമായിട്ട് 5000 ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അത് കണ്ട് കുറെ ആൾക്കാർ തരുമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പറയൽ നിർബന്ധമാണ്. പക്ഷെ അപ്പോഴും മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല, ഞാൻ 5000 കൊടുക്കേണ്ടത് ആൾക്കാരൊക്കെ കാണട്ടെ, അങ്ങനെ വിചാരിക്കരുത്. ഈ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാല് ചിലർക്കൊക്കെ വമ്പം മടിയ. സ്വന്തം കാര്യം നോക്കി, സ്വന്തം കാര്യം ചിന്താബ, വളരെ സ്വാർത്ഥന്മാരായി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, സ്വന്തം കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ ഒക്കെ നേട്ടം നമുക്ക് തന്നെയാണ്. ദുന്യാവിൽ നേട്ടമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ആഖിറത്തിൽ നേട്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരാളുടെ ദുന്യാവിലെ ഏതെങ്കിലും ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു അവന് നീക്കിക്കൊടുക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസപ്പെടുന്നവനെ ഒരാൾ സഹായിച്ചാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രയാസപ്പെടുന്ന സമയത്ത് കൂട്ടിന് അല്ലാഹു ഉണ്ടാകും. മൻ സതറ മുസ്ലിമൻ സതറഹു അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, ഒരാളെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, അല്ലാഹ് അങ്ങനെ വിചാരിച്ചാണ് ഓൻക്ക് കുറച്ച് ഖൈർ കൊടുക്കണം. അപ്പൊ എന്താ അല്ലാഹ് ചെയ്യാന്ന് അറിയോ? സ്വയ്യറ ഹവായിജൻ നാസ് ഇലൈഹി, ജനങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും അയാളിലേക്ക് തിരിക്കും. അതായത് ധനികനാക്കി അല്ലാഹു ആളുകൾക്ക് സഹായം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോ ഇതൊക്കെ സമ്പത്ത് തരുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ് എന്ന് ചുരുക്കം. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറ്റവും
കൂടുതൽ നമുക്ക് ആവശ്യമായ സമയമാണ് ഖിയാമത്ത് നാൾ. എല്ലായ്പ്പോഴും അനുഗ്രഹം ആവശ്യം തന്നെയാണ്. പരലോകത്ത് വേറെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ സർവസ്രഷ്ടാവായ അല്ലാഹു തആല മാത്രം അനുഗ്രഹം ചെയ്താൽ, കൃപ ചൊരിഞ്ഞാൽ മാത്രം രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലാഹു 3 വിഭാഗക്കാരോട് സംസാരിക്ക പോലുമില്ല. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. ആരാരുമില്ലാത്ത സാഹചര്യം, വേറെ ആരും സഹായിക്കാനില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഖിയാമത്ത് നാളിൽ അള്ളാഹു സംസാരിക്കുക പോലും ചെയ്യാത്ത 3 വിഭാഗമുണ്ട്. വലാ യൻളുറു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുക പോലുമില്ല. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അവർക്കല്ലാഹു വേദനാജനകമായ ശിക്ഷ നൽകുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്? ആ ദുഷിച്ചവർ, ആ ദൗർഭാഗ്യമുള്ളവർ, അല്ലാഹു സംസാരിക്കുകയോ നോക്കുകയോ ചെയ്യാത്ത, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ നോട്ടം പോലുമില്ലാത്ത 3 വിഭാഗക്കാർ ആരാണ് നബിയേ? ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസബ്ബിൽ, ഒന്നാമത്തവൻ വസ്ത്രം താഴെയിട്ട് വലിച്ചിഴക്കുന്ന പുരുഷനാണ്. രണ്ടാമത്തേത് വൽ മന്നാൻ, സ്വതക്കകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ദാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം എടുത്തു പറഞ്ഞ് ഗമനടിച്ച് നടക്കുന്നവൻ, കൊടുത്ത സ്വതക്കകൾ മുഴുവനും എടുത്ത് പറയുന്നവൻ. വൽമുനഫിഖു സിൽഅതഹു ബിൽഹലഫിൽ കാദിബ്, വ്യാജമായ സത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ മുഴുവനും വിറ്റഴിക്കുന്ന കച്ചവടക്കാരൻ, നുണ പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ്മാൻ, അതുപോലെ സ്വതക്കകൾ എടുത്തു പറയുന്ന മന്നാൻ, വസ്ത്രം താഴെ വലിച്ചിട്ട് നടക്കുന്ന, അഹങ്കാരത്തോടെ വലിച്ചിട്ട് നടക്കുന്ന മുസബ്ബിൽ, ഇങ്ങനെയുള്ള 3 വിഭാഗം ആളുകളോട് ഖിയാമത്ത് നാളിൽ പടച്ച തമ്പുരാന്റെ കൃപയില്ല, ഉടയ തമ്പുരാന്റെ നോട്ടമില്ല. സർവലോക സ്രഷ്ടാവിന്റെ ദയാവായ്പുകളില്ലാതെ കഷ്ടതകൾ അനുഭവിക്കുന്ന 3 വിഭാഗമാണ് പറഞ്ഞത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ കൊടുത്ത സ്വതക്കകൾ എടുത്തു പറയേണ്ടതില്ല, അത് പിന്നീടെടുത്ത് പറഞ്ഞ് ഗമനടിക്കേണ്ടതില്ല. ഞാൻ ഇന്ന പരിവിന്, ഇന്ന പരിപാടിക്ക് ഇത്ര രൂപ കൊടുത്തടിയേ എന്ന് പറഞ്ഞ് ഗമനടിക്കുമ്പോ അത് തമാശക്കാണെങ്കിലും നമ്മുടെ മനസ്സിൽ അല്ലാഹുവല്ലാത്ത ഒരു ചിന്ത വന്നാൽ നമുക്ക് രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലാ യുറായി ഫഖദ് അശ്റക, ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ അത് ശിർക്കാണ്. വമൻ സ്വാമ യുറായി ഫഖദ് അശ്റക, ആളുകൾ കാണുന്നതിന് വേണ്ടി നോമ്പെടുക്കുന്നതും ശിർക്ക് തന്നെ. വമൻ തസദ്ദഖ യുറായി ഫഖദ് അശ്റക, ആളുകൾ കാണുന്നതിന് വേണ്ടി സ്വതക്ക കൊടുക്കുന്നതും ശിർക്ക് തന്നെ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ആളുകൾക്ക് മുമ്പിൽ ഗമനടിക്കാൻ, പൊങ്ങച്ചം വരാൻ, അഭിമാനം കൂടാൻ, ആളുകൾക്കിടയിൽ വാഴ്ത്തി പറയാൻ വേണ്ടി നന്നായി നിസ്കരിക്കുന്നു, പള്ളിയിൽ ജമാഅത്തിന് പോകുന്നു, ഖുർആൻ ഓതുന്നു, ഖത്മകൾ തീർക്കുന്നു, ചോദിച്ചു വരുന്നവർക്കെല്ലാം പണം വാരിക്കോരി നൽകുന്നു, സകല പിരിവുകളിലും മുൻപന്തിയിൽ നിന്ന് പണം വാരിക്കോരി സ്വതക്ക കൊടുക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ ചിന്ത പടച്ചവനല്ല, മനസ്സിൽ ചിന്ത അല്ലാഹു അല്ല. സൃഷ്ടികൾക്കിടയിലുള്ള അഭിമാനമാണോ? സൃഷ്ടികൾക്കിടയിൽ പൊങ്ങച്ചം നടക്കലാണോ? അത് ശിർക്ക് തന്നെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ ഇദാ ജമഅ അല്ലാഹു അന്നാസ യൗമൽ ഖിയാമത്തി ലിയൗമിൻ ലാ റൈബ ഫീ, സംശയം ഒരു ലേശം, ഒരു ലവലേശം വേണ്ടതില്ലാത്ത ഖിയാമത്ത് നാളിൽ അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നാദാ മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആൾ ഉറക്ക വിളംബരം ചെയ്യും, മൻ കാന അശ്റക ഫീ അമലിൻ അമലഹു ലില്ലാഹി അഹദ ഫല്യത്ലുബ് സവാബഹു മിൻ ഇൻദി ഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ദുനിയാവിൽ അമൽ ചെയ്തവർ മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന പാവപ്പെട്ട അടിമകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, അവൻ ആർക്ക് വേണ്ടിയാണോ അമൽ ചെയ്തത് അവരോട് പോയി സവാബ് ചോദിക്കൂ. ഫഇന്നല്ലാഹ അഗ്ന ശുറകാ അനി ശിർക്ക്, അല്ലാഹുവിന് ഇതൊന്നും ആവശ്യമില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഖിബ്ബുൻ വലാ ബഖീലുൻ വലാ മന്നാനുൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരും കടക്കാൻ കൊതിക്കുന്ന സ്വർഗീയ ലോകം, അനുഗ്രഹങ്ങളേറെയുള്ള സ്വർഗീയ ലോകം, അല്ലാഹുവിന്റെ ലിഖാ കൊണ്ട് അനുഗ്രഹീതമായ സ്വർഗീയ ലോകം, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണലാണല്ലോ, ലിഖാ ഉള്ളയാണ്. സ്വർഗത്തിൽ അവരവർ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളെയും മറന്നു കളയുന്ന സുഖമാണ്, സന്തോഷമാണ്, അനുഗ്രഹമാണ് അല്ലാഹുവിനെ നേരിട്ട് കാണാൻ കിട്ടുന്ന അവസരം. പൂർണ്ണ നിലാവിൽ പൂർണ്ണ ചന്ദ്രനെ ദർശിക്കുന്നത് പോലെ അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് ദർശിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൊട്ടാരമായ സ്വർഗം, ആ സ്വർഗലോകത്ത് കടക്കാൻ യോഗ്യതയില്ലാത്ത മൂന്ന് വിഭാഗം, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കുകയില്ല, ഖിബ്ബുൻ വലാ ബഖീലുൻ വലാ മന്നാനുൻ, വഞ്ചകൻ സ്വർഗത്തിൽ കടക്കുകയില്ല, പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവസാനം വഞ്ചിക്കുന്ന ചതിയൻ, വിശ്വാസവഞ്ചകൻ, അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. വിശ്വാസവഞ്ചകൻ എന്ന് പറയുമ്പോ പല വിധത്തിലുണ്ട്. ഇതുവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ വാക്കില് മാതാപിതാക്കളോട് ഒരു ലവലേശം പോലും പരിഗണന കൊടുക്കാതെ ഇന്നലെ കണ്ടവനോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് മാതാപിതാക്കളോടുള്ള വഞ്ചനയാണ്. ഭർത്താക്കന്മാരറിയാതെ അന്യപുരുഷരോട് കൊഞ്ചിക്കുഴയുന്ന ഭാര്യമാർ ചെയ്യുന്നത് ഭർത്താവിനോടുള്ള വഞ്ചനയാണ്.
ഭാര്യമാർ മക്കൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുമ്പോൾ വഴിയോരങ്ങളിൽ പരിചയപ്പെടുന്ന ഏതോ അന്യ സ്ത്രീകളുമായി ഇവൻ കൊഞ്ചിക്കുഴയുന്നത് ഭാര്യമാരോടുള്ള വഞ്ചനകൾ പലവിധം. വഞ്ചിക്കുന്നവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. വലാ ബഖീലുൻ, പിശുക്ക് കാണിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. വലാ മന്നാൻ, നേരത്തെ പറഞ്ഞതുപോലെ സ്വതക്കകൾ കൊടുക്കുന്ന പക്ഷേ എടുത്തു പറയുന്ന സ്വഭാവമുണ്ട്, സ്വർഗമില്ല. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെ സ്വതക്കകൾ കൊടുക്കുന്ന ഹദീസുകൾ, സ്വതക്കകൾ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ നിരവധിയുണ്ട്. അതുപോലെ കൊടുത്ത സ്വതക്കകൾ എടുത്തു പറയുന്നതിന്റെ ദോഷങ്ങൾ അറിയിച്ചു തരുന്ന ഹദീസുകളും ഒരുപാടാണ്. ദുന്യാവിലെ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങും സ്വതക്കയിലൂടെ. നമ്മൾ പറഞ്ഞു, ഒരു സംഭവം പറയാം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു സംഭവമാണ്. ഇമാം ബൈഹഖിയുടെ ഒരു ഗുരുനാഥനുണ്ട്, ഇമാം ഹാക്കിം എന്നാണ് പേര്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവായ മഹാപണ്ഡിതനാണ് ഇമാം ഹാക്കിം. ഇമാം ഹാക്കിം മഹാനവർകൾ റഹിമഹുല്ലാഹ്, മഹാനവർകളുടെ മുഖത്ത് വ്രണങ്ങൾ ബാധിച്ച്, നല്ല വ്രണങ്ങളാണ്. ഒരു വർഷത്തോളം ചികിത്സിച്ചു, പക്ഷേ ഫലമില്ല, വ്രണങ്ങൾ മാറുന്നില്ല. ചികിത്സകൾ മുഴുവനും പരാജയപ്പെട്ടു. അപ്പോൾ ഇമാം ഹാക്കിം അവർകൾ അവരുടെ ഉസ്താദായ അബൂ ഉസ്മാൻ അസ്വാബൂനി എന്നവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തനിക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം മഹാനവർകളുടെ സദസ്സിൽ പ്രാർത്ഥന നടത്തി. എല്ലാവരും ആമീൻ പറഞ്ഞു. എന്താണ് രോഗം? മുഖത്തിലെ വ്രണമാണ്. ഒരു വർഷമായി ചികിത്സിക്കുകയാണ്, പക്ഷേ കുറവില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ അവരുടെ ഉസ്താദിനോട് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. ആളുകൾ മുഴുവനും ആമീൻ പറഞ്ഞു. അങ്ങനെ ഒരു അടുത്ത വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച മഹാനവർകളുടെ സദസ്സിലേക്ക് ഒരാൾ ഒരു എഴുത്ത് എറിഞ്ഞു. എന്താണ് ആ എഴുത്തിലുള്ളത്? അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുആ സദസ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഇമാം ഹാക്കിമിന് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥന നടത്തി. അതിന്റെ ഫലമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സ്വപ്നത്തിൽ വന്നു. ഇമാം ഹാക്കിമിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി മുത്തുനബി എന്നോട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ ജലപ്രയാസം തീർത്തു കൊടുക്കാൻ ഇമാം ഹാക്കിമിനോട് നിങ്ങൾ ചെന്നു പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇതായിരുന്നു ആ എഴുത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ എഴുത്തുമായി സ്വാബൂനി എന്ന ഉസ്താദ് ഹാക്കിമിനെ വ്രണം ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ഹാക്കിമിന്റെ അടുത്ത് പോയി ഈ വിഷയം പറഞ്ഞു. ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ ഗേറ്റിനരികെ ഒരു വലിയ ജലസംഭരണി തയ്യാർ ചെയ്തു. നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ ഐസിടാനും കൽപ്പിച്ചു. തണുത്ത വെള്ളം കുടിക്കട്ടെ. അങ്ങനെ ജനങ്ങൾ ദാഹജലം കുടിച്ചു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ.
ഇമാം ഹാക്കിമിന്റെ ഒരു വർഷം മുഴുവനും ചികിത്സിച്ച് ഭേദമാകാത്ത വ്രണം അതാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് സുഖമാകാൻ തുടങ്ങുന്നു. ഇമാം ഹാക്കിമിന്റെ വ്രണങ്ങൾ മുഴുവനും അപ്രത്യക്ഷമായി. മുഖം ഏറ്റവും സുന്ദരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് ഒരുപാട് വർഷങ്ങൾ ഇമാം ഹാക്കിം വീണ്ടും ജീവിച്ചു. സവാജിർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി മുഖം വ്രണം ബാധിച്ച് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ, എല്ലാ ചികിത്സകളും വിഫലമായ സാഹചര്യത്തിൽ ഒരു സദസ്സിൽ ഹാക്കിമിന് വേണ്ടി, ഇമാം ഹാക്കിമിന് വേണ്ടി ദുആ സദസ്സ് സംഘടിപ്പിക്കുകയും അതിൽ ഒരാൾ വീട്ടിലേക്ക് തിരിച്ചുപോയി മഹാനവർകൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന് ഇമാം ഹാക്കിമിനോട് ഇക്കാര്യം പറയാൻ വേണ്ടി കൽപ്പിക്കുകയും പറഞ്ഞ കാര്യം എന്താണ്? ജനങ്ങൾക്ക് വെള്ളമെന്ന പ്രയാസം, വെള്ളത്തിന്റെ ക്ഷാമം ദൂരീകരിച്ച് വെള്ളപ്രയാസം മാറ്റിക്കൊടുക്കാൻ ഇമാം ഹാക്കിമിനോട് പറയാൻ ഇയാളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ഹാക്കിം അങ്ങനെ ചെയ്യുന്നു. വ്രണം പൂർണ്ണമായി ഭേദമാകുന്നു. മാറാവ്യാധികൾക്ക് സ്വതക്ക ഗുണം ചെയ്യുമെന്ന് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയാറുണ്ടായിരുന്നു, ആയിഷ, ഒരു കാരക്കക്കീറെങ്കിലും കൊടുക്കാതെ അഗതിയെ നിങ്ങൾ തിരിച്ചയക്കരുത് കേട്ടോ. ആയിഷ, അഗതികളെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് സാമീപ്യം നൽകണം, എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്കും സാമീപ്യം നൽകും. ചോദിച്ചു വന്നവരെ ആരും മടക്കി വിടാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ലോക നേതാവ്. അതെന്താ? ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണമെന്ന് പറയാൻ കാരണം, നാളെ ആഖിറത്തിൽ പരലോകത്ത് ഒരുപാട് അമലുകളുമായി നമ്മൾ പോകും. വളരെ ദുസ്സഹമായ യാത്രകളാണ് മഹ്ശറിലെ ദിനങ്ങൾ. നമ്മൾ അമൽ ചെയ്തിങ്ങനെ പോകുമ്പോ സ്വർഗത്തിലേക്ക് വിധിക്കപ്പെട്ടവർ നരകത്തിലേക്കും, നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവർ സ്വർഗത്തിലേക്കും പോകുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് അമലൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് ദുന്യാവിൽ നമ്മൾ കുറ്റം പറഞ്ഞ, ഗീബത്ത് പറഞ്ഞ, നമീമത്ത് പറഞ്ഞ ഓരോരുത്തർ കടന്നു വരുന്നത്. പടച്ചവനെ, അവൻ എന്നെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമില്ലാത്തത് ചെയ്തിട്ടുണ്ട്, പരിഹാരം വേണം. നമ്മളുടെ അമലിൽ നിന്ന് അയാൾക്ക് കൊടുക്കുന്നു. അടുത്ത ആൾ വരുന്നു, നമ്മൾ നോനി പറഞ്ഞ മറ്റൊരാളാണ്, നമ്മുടെ അമലിൽ നിന്ന് അയാൾക്കും കൊടുക്കുന്നു. അമലൊക്കെ തീർന്ന് വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ദുന്യാവിൽ ജീവിച്ച ഒരുപാട് ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും വന്ന് അതിനുള്ള പരിഹാരം കാണാൻ വരുമ്പോൾ നമ്മുടെ അമൽ മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദോഷങ്ങൾ നമുക്ക് നൽകുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ നിന്ന് നാം നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് നരകത്തെ കാക്കുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ തുണയാകുന്നത് നാം ദുന്യാവിൽ വെച്ച് കൊടുത്തൊരു കാരക്കയുടെ ചീന്താകാം.
അതാണ് വത്തഖുന്നാറ വലൗ ബിശഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ടു വളർന്ന സ്വഹാബികളും അങ്ങനെ തന്നെ അല്ലേ? സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സ്വതക്ക ചെയ്ത എത്രയോ സംഭവങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സ്വഹാബികളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഞാൻ വിശന്ന് വലഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കില്ല. പത്നിമാരിൽ ഒരാളുടെ സമീപത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. പക്ഷേ ഭാര്യമാർ അവരുടെ മറുപടി അവിടെ ഒന്നുമില്ല, എല്ലാവരും ദരിദ്രത്തിൽ തന്നെയാണ്. സമ്പത്തിന്റെ മഹാവ്യയത്തിലൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് ജീവിച്ചിട്ടില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. അങ്ങനെ ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് ഒരു ഭാര്യ കിട്ടിയ മറുപടി, എന്റെ അടുത്ത് പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ആലോചിച്ച് നോക്കി, വീട്ടിൽ പച്ചവെള്ളമല്ലാതെ വേറൊന്നുമില്ലാത്ത സാഹചര്യം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അവിടെയും ഇതേ മറുപടി തന്നെ. അങ്ങനെ ഓരോ പത്നിമാരുടെ അടുത്തേക്കും മാറി മാറി വിട്ടപ്പോഴും സെയിം റിപ്ലൈ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോരുത്തരും നൽകിയത്. അങ്ങനെ എന്താ വഴി? ഇയാളെ വെറുതെ വിടാനും മടക്കി അയക്കാനും പറ്റില്ല. ഞങ്ങളേലൊന്നുമില്ല, ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോട് ചോദിച്ചു, ഇദ്ദേഹത്തെ ഈ രാത്രി ആരാണ് വിരുന്നൂട്ടുക? ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ, സ്വതക്ക ചെയ്യുന്നതിന്റെ, ദാനം ചെയ്യുന്നതിന്റെ, വിരുന്നൂട്ടുന്നതിന്റെ പ്രതിഫലം നന്നായി അറിയുന്ന സ്വഹാബികളാണ്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ആദ്യം ചിന്തിക്കൂല. ആദ്യം ചിന്തിക്കുക ഇവരെ എങ്ങനെങ്കിലും വിരുന്നൂട്ടണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിച്ചതും, യാ റസൂലല്ലാഹ്, ഇദ്ദേഹത്തെ ഞാൻ വിരുന്നൂട്ടാം എന്ന് പറഞ്ഞൊരു അൻസാരി സ്വഹാബി മുന്നോട്ട് വരുന്നു. അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് ഭാര്യയോട് ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയുണ്ട് നമ്മോടൊപ്പം, അവരെ ആദരിക്കണം, ഇവിടെ വല്ലതുമുണ്ടോ? ആ ഭാര്യ കൊടുത്ത മറുപടി, കുട്ടികൾക്ക് കരുതി വെച്ച ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോ ഇത് കേട്ടപ്പോ ഈ സ്വഹാബി തിരിച്ചു പറഞ്ഞു, കുട്ടികൾക്ക് കരുതി വെച്ച ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സാഹചര്യമാണ്. അതിഥിയെ പറഞ്ഞു വിട്ടില്ല. അവരോട് വല്ല കാരണവും പറഞ്ഞ്, വേണമെങ്കിൽ അതിഥിയെ നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകുമോ എന്ന് പറയാമായിരുന്നു. പക്ഷേ ആ സ്വഹാബി ഭാര്യയോട് പറഞ്ഞു, ഇത് മുത്തുനബിയുടെ അതിഥിയാണ്, അവരോട് വല്ല കാരണവും പറഞ്ഞ് സമാധാനിപ്പിക്കാം. അവർ കുട്ടികൾ ഭക്ഷണത്തിനൊരുങ്ങിയാൽ അവരെ വേഗം ഉറക്കിക്കിടത്താം. നമുക്ക് അതിഥി അകത്തേക്ക് കടന്നാൽ വിളക്ക് അണയ്ക്കാം. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് അതിഥിയെ തോന്നിപ്പിക്കാം. മനസ്സിലായോ? അതായത് ആ അതിഥിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ.
ഞങ്ങൾ കഴിക്കാതെ അതിഥിക്ക് മാത്രം കഴിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വിഷമമാകണ്ടെന്നു കരുതി ഉള്ളിലേക്ക് കടന്ന ഉടനെ വെളിച്ചം അണച്ച് ഞങ്ങൾ നമുക്ക് ഭക്ഷണം തിന്നുന്നത് പോലെ കാണിക്കാം, ഭക്ഷണം മുഴുവനും അതിഥി തിന്നോട്ടെ. എവിടെ നിന്നാണ് ഈ വിശാല മനസ്കത വരുന്നത്? മുത്തുനബിയുടെ പാഠത്തിൽ നിന്നാണ്. അങ്ങനെ അതിഥിയാകത്തേക്ക് കടന്നു, അതിഥി ഭക്ഷണം കഴിച്ചു. അവർ ഇരുവരും വിശന്ന് ഭക്ഷണമില്ലാതെ രാത്രി കഴിച്ചുകൂട്ടി. അങ്ങനെ പ്രഭാതത്തിൽ അദ്ദേഹം മുത്തുനബിയുടെ ചാരത്ത് ചെന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അതിഥിയെ ഇന്നലെ രാത്രി കൈകാര്യം ചെയ്ത രൂപം കണ്ട് അല്ലാഹു കൗതുകപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സ്വന്തം വിശപ്പ് മറന്ന് അതിഥിയെ സൽക്കരിക്കാൻ, അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സ് കാണിച്ച സ്വഹാബിമാർ നമുക്ക് മാതൃകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോ ചിലർക്ക് ആ സംശയം വന്നിട്ടുണ്ടാവും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ അങ്ങനെ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമല്ലേ? അതൊക്കെ തോന്നി അങ്ങനെ എവിടെ നിങ്ങൾ ഇവിടെ ഉണ്ടാ നോമ്പറക്കുമ്പോ എന്താ ഉണ്ടാക്കണ്ടെന്ന് ചിലർ ചിന്തിക്കുന്നു. കുട്ടികളെ എന്ത് പരിപാടി കാട്ടി കുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് വേറെ ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ? സ്വന്തം നിർബന്ധമായത് ആദ്യം വിട്ടണ്ടേ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധല്ലേ എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടായേക്കാം. നിങ്ങൾക്കുണ്ടായാലില്ലെങ്കിലും അതൊക്കെ ഇമാമുകൾ, പണ്ഡിതർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമായ മുഗ്നിയിൽ ഈ സംഭവം ഉദ്ധരിച്ച് അതിന് മറുപടി നൽകുന്നു. അതായത് ഒന്നുകിൽ കുട്ടികൾ ആ സമയത്ത് ഭക്ഷണത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല, അതായത് കുറച്ച് മുമ്പ് കഴിച്ചിട്ടുണ്ട്, ഇനി കുട്ടികൾ ചോദിച്ചാൽ കൊടുക്കാം എന്ന ഒരു രീതിയിലുള്ള ഭക്ഷണമാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നത്. അല്ലാതെ കുട്ടികൾക്ക് കൊടുക്കാതെ കുട്ടികൾ വിശന്ന് കിടത്തിയിട്ടുള്ള ഭക്ഷണമല്ല അതിഥിക്ക് കൊടുത്തത്. അങ്ങനെയുമാകാം. മാത്രല്ല, കുട്ടികളെ ഉറക്കിക്കെടുത്താൻ പറഞ്ഞതിന്റെ കാരണം ആണല്ലോ, കുട്ടികൾക്ക് ഭക്ഷണം കണ്ടാൽ ചിലപ്പോ വേണമെന്ന് അറിഞ്ഞു, അങ്ങനെ ചോദിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഉറക്കിക്കെടുത്തിയത്. സാധാരണ കഴിക്കേണ്ട ഭക്ഷണം കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് പതിവനുസരിച്ച് അവർ ഭക്ഷണത്തിലേക്ക് ആവശ്യമല്ല, എന്നാലും ആവശ്യപ്പെട്ടാൽ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കുട്ടികൾക്ക് അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നത്. അതാണ് അതിഥിക്ക് കൊടുത്തത്. അപ്പൊ കുട്ടികളെ ഉറക്കിക്കെടുത്തിയത് എന്തിനാണ്? അത് ഭക്ഷണം കണ്ടാൽ പിന്നെ ചെക്ക് വേണം എന്ന് പറയണ്ടാച്ചിട്ടാണ് എന്നാണ് ഇമാം ശർവാനി ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട്. അതെന്തിനാണ് അങ്ങനെ ചർച്ച തന്നെ വന്നത് എന്ന് വെച്ചാൽ, ചർച്ച ചെയ്തത് തന്നെ എന്തിനാന്ന് വെച്ചാല് സ്വതക്ക കൊടുക്കൽ ഹറാമാകുന്ന സാഹചര്യം വരെയുണ്ട്. അതാണ് എന്ത്? നമ്മൾ ആശ്രിതരുടെ പട്ടിണിക്ക് കിടത്തി മക്കൾക്ക് തിന്നാൻ കൊടുക്കാണ്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യാ? വേറെ ആൾക്ക് സ്വതക്ക. അന്ന് രാത്രി കഴിക്കാനുള്ള അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള വകയെ അവരുടെ കയ്യിലുള്ളൂ എങ്കിൽ അത് സ്വതക്ക കൊടുക്കരുത്, ഹറാമാണ്. അപ്പൊ ഒരു സംശയം, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപാട് ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അതിനുള്ള മറുപടി അങ്ങനെ സ്വതക്ക കൊടുത്തത് ഉൾക്കൊള്ളാൻ തരത്തിലുള്ള ഈമാനുള്ളവരായിരുന്നു അവരുടെ ഭാര്യമാർ, അവരുടെ വീട്ടിലുള്ളവർ. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ അവർക്കും അതാണ് ആഗ്രഹമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. മനസ്സിലായോ? അങ്ങനെയല്ലോ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സഹാബികളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി.
അപ്പൊ വീട്ടിലുള്ളവർക്കും കുഴപ്പമില്ല, അവർക്ക് അത് കൊടുക്കലാണ് സന്തോഷം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മെ ആശ്രയിച്ച് കഴിയുന്നവരെ പട്ടിണിക്കിട്ട് സദഖ കൊടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രബല അഭിപ്രായം. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളൊന്നും അക്കൂട്ടത്തിൽപ്പെട്ടവരല്ല. നമുക്കൊക്കെ സമൃദ്ധിയോളം ഭക്ഷണം കഴിക്കാനും എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോ നമുക്കാവശ്യമായ സമ്പത്ത് കഴിച്ച് ബാക്കിയുള്ളത് സ്വതക്ക കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് മരണസമയം അല്ലാത്ത സമയം ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ എല്ലാം ഉപകാരം ചെയ്യുമെന്നത് തീർച്ചയാണ്. ഒരുപാട് ഔലിയാക്കൾ അവർക്ക് ആവശ്യമായത് കഴിച്ച് ബാക്കിയുള്ളതിനെ പറ്റി അള്ളാഹു ചോദിക്കുമോ എന്ന് ഭയന്ന് കരഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇമാം അബ്ദുല്ലാഹിബ്നു ദാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വലിയ പണ്ഡിതനാണ്, മഹാനാണ്, ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, വലിയിന്റെ പവറുള്ള മഹാനാണ് അബ്ദുല്ലാഹിബ്നു ദാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി മരണസമയത്ത് കരയുകയാണ്. മരണസമയത്ത് കരയുന്ന അബ്ദുല്ലാഹിബ്നു ദാരിസിനോട് ചോദിച്ചു, മല്ലദീ അബ്കാക്, അങ്ങെന്തിനാണ് കരയുന്നത്? അപ്പൊ മഹാനവർകൾ പറഞ്ഞു, വല്ലാഹി മാ യകൂനു ഖൗഫൻ മിനൽ മൗത്ത് മാ ബകീതു ഖൗഫൻ മിനൽ മൗത്ത്, ഞാൻ മരണത്തെ പേടിച്ചുകൊണ്ട് കരയുകയല്ല, മറിച്ച് ആ സമയത്തുള്ള അമലുകൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മഹാനവർകൾ പറയുകയാണ്, വല്ലാഹി മാ ഖലഫ്തു ശൈഅൻ യസ്അലുനില്ലാഹു അൻഹു ഗൈറ ഹാദി. മഹാനവർകളുടെ അടുത്ത് മരണസമയത്ത് കുറച്ച് അല്പം ബാർലിയും ഒരു ഭക്ഷണ സഞ്ചിയും മാത്രമുണ്ടായിരുന്നു. ആ മരണസമയത്ത് മിച്ചം വച്ച അല്പം ബാർലി മാത്രം, ആ ഭക്ഷണം ഇടുന്നൊരു ചെറിയ സഞ്ചിയും മാത്രമാണ് മഹാനവർകളുടെ അടുക്കൽ മരണസമയത്ത് ബാക്കിയുള്ളത്. ആ സമയത്ത് ഞാൻ കരയാൻ കാരണം, വല്ലാഹി മാ ഖലഫ്തു ശൈഅൻ യസ്അലുനില്ലാഹു അൻഹു ഗൈറ ഹാദി, എന്റെ അടുക്കൽ ഈ ബാക്കിയുള്ള ഈ സാധനം, കുറച്ച് ബാർലിയും അതിന്റെ സഞ്ചിയും, അത് മാത്രമാണ് പടച്ച തമ്പുരാൻ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് എന്റെ കയ്യിൽ ബാക്കിയുള്ളത്. അബ്ദുല്ലാഹിബ്നു ദാരിസ് മരണസമയത്ത് കരയുന്നത് ബന്ധുമിത്രാദികളായിട്ട് പോകുന്നതിന്റെ വിഷമത്തിലല്ല, ദുന്യാവിൽ ഇനി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് കൊണ്ടല്ല, തന്റെ കയ്യിൽ ബാക്കിയുള്ള വസ്തുക്കൾ, അല്പം ഭക്ഷണവും അതെടുത്തു വെക്കുന്ന സഞ്ചിയും, അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കുമോ എന്ന് തുടങ്ങിയ ചിന്തകൾ അബ്ദുല്ലാഹിബ്നു ദാരിസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കരയിപ്പിച്ചെങ്കിൽ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്നതിൽ നിന്ന് ചിലവഴിക്കാതെ, സ്വതഖ കൊടുക്കാതെ, ദാനം ചെയ്യാതെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വതഖ കൊടുക്കാനുള്ള മനസ്സല്ലാഹു നൽകുമാറാകട്ടെ. അതുമൂലം നമുക്കല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആപത്തുകൾ തട്ടിമാറ്റുമാറാകട്ടെ. മരണസമയം നന്നാക്കുമാറാകട്ടെ. പരലോകത്താരുമില്ലാത്ത സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ കൂട്ട് നൽകുമാറാകട്ടെ.
സ്വതക്ക കൊടുത്താലുള്ള പുണ്യങ്ങൾ, ഫലങ്ങൾ, പ്രതിഫലങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെയുള്ള സഹോദരിമാർ മുഴുവനും സ്വതക്ക കൊടുക്കുന്നവരാണ്, അമലുകൾ ചെയ്യുന്നവരാണ്, തഖ്വയുള്ളവരാണ്, ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലാഹു അത് ഖാലിസായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടേക്ക് ഓരോ ദിവസവും അറിവിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ വരുന്ന കാലടിച്ചുവടുകൾ നാളെ സ്വർഗത്തിലേക്കുള്ള കാൽച്ചുവടുകളായി അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ചൊല്ലിയതും പറഞ്ഞതും നീ നിന്റെ പൊരുത്തത്തിലുള്ള അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ പരലോകത്തിൽ മീസാനിൽ ഭാരമുള്ള അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങൾ മുഴുവനും നീ പൊറുത്തു നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ പൊതിയണേ അല്ലാഹ്. ഈ റമളാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ഒരാളിലേക്ക് റമളാൻ ആഗതമാവുകയും അവന്റെ ദോഷങ്ങൾ പൊറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് നാശമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. സ്വതക്കകൾ ഒരുപാട് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉള്ള കൊടുത്ത സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ ഇടവരുത്തല്ലേ അല്ലാഹ്. റമളാനിൽ പ്രത്യേകിച്ച് സ്വതക്കക്ക് കൂലിയുണ്ടെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അയ്യു സ്വദഖത്തി അഫ്ളൽ, ഏത് സ്വദഖയാണ് അഫ്ളൽ? അത് സ്വദഖത്തുൻ ഫീ റമളാൻ, റമളാനിലെ സ്വദഖയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റമളാനിലും അതുപോലെയുള്ള പുണ്യമായ ദിവസങ്ങളിലും നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം, അശരണർക്കത്താണിയാകണം. നമ്മെ ആശ്രയിച്ച് നിൽക്കുന്ന ഭാര്യമാർ, മക്കൾ, അതുപോലെ മാതാപിതാക്കൾ, അവർക്കും നമ്മൾ വേണ്ടത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ പടച്ചവന്റെ തൃപ്തിയില്ല. റിളാ റബ്ബിക മിൻ റിളൽ വാലിദൈൻ വസഖ്തു റബ്ബിക മിൻ സഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെയാണ് അല്ലാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലൂടെ പടച്ചവന്റെ കോപവുമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാതാപിതാക്കളെ പരിചരിക്കണം, അവർക്ക് സ്വതക്ക കൊടുക്കണം, അവർക്ക് ദാനം നൽകണം, വേണ്ടതെല്ലാം നൽകണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. വിശാലമുള്ള ഹൃദയമുള്ളവരാകണം, സ്വാർത്ഥരാകരുത്. ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോ ഇബ്ലീസ് മനസ്സിൽ വന്ന് പറയും, എന്തിനാണിപ്പ അത് ചെയ്തു കൊടുക്കണം, എനിക്ക് എന്റെ പണിയെടുത്താ പോരെ. പാടില്ല, പാടില്ല. സ്വഹാബികളുടെ ചരിത്രം അങ്ങനെയാണ്. യുദ്ധമുഖത്ത് വെട്ടേറ്റ് ഷഹീദാകാൻ കിടക്കുന്ന
മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സ്വഹാബികൾ ദാഹിച്ച് മരിക്കാൻ കിടക്കുകയാണ്. മരണസമയത്ത് ദാഹമുണ്ടാകും. അതും യുദ്ധത്തിൽ പങ്കെടുത്ത് അധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഫിസിക്കലി നന്നായി ടയേർഡായിട്ട് ഒരുപാട് അടിയും വെട്ടും കുത്തുമേറ്റ് യുദ്ധത്തിൽ പോർമുഖത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര തിരിക്കാൻ നിൽക്കുന്ന സ്വഹാബികൾ ചെയ്ത കാര്യം നമുക്ക് പാഠമായിട്ടുണ്ട്. എന്താണ് ചെയ്തത്? ദാഹിച്ച് വലഞ്ഞ് വെള്ളം എന്ന് മരിക്കാൻ കിടക്കുമ്പോ വെള്ളമെന്ന് കരഞ്ഞ് ഒരു സ്വഹാബി വെള്ളമെടുത്തിട്ട് ആ സ്വഹാബിയുടെ അരികിലേക്ക് വരുന്നു. നല്ല ആഗ്രഹമുണ്ട് വെള്ളം കുടിക്കാൻ, നല്ല ദാഹമുണ്ട്. വെള്ളം കുടിക്കാൻ ഒരുങ്ങുമ്പോൾ അപ്പുറത്ത് നിന്ന് മറ്റൊരു സ്വഹാബിയുടെ കരച്ചിൽ, വെള്ളം. ഈ തനിക്ക് കിട്ടിയ വെള്ളം ഒരിറ്റുപോലും കുടിക്കാതെ കൊണ്ടുവന്ന സ്വഹാബിയോട് അപ്പുറത്ത് പോയി കൊടുക്കൂ എന്ന് പറയാനുള്ള മനസ്സു കാണിച്ച സ്വഹാബികൾ. അങ്ങനെ ആ സ്വഹാബി രണ്ടാമത്തെ സ്വഹാബിയുടെ അരികിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നു. മുമ്പത്തെ പോലെ തന്നെ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ മൂന്നാമത്തെ സ്വഹാബിയുടെ കരച്ചിൽ കേൾക്കുന്നു. അപ്പുറത്ത് നിന്ന് വെള്ളം. ഒരിറ്റുപോലും വായയിലാക്കാതെ ആ വെള്ളം അവിടെ കൊടുക്കൂ എന്ന് ആജ്ഞാപിക്കുന്നു. വെള്ളവുമായി കൊണ്ട് നടക്കുന്ന സ്വഹാബി ആ മൂന്നാമത്തെ സ്വഹാബിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പോഴേക്ക് ആ മഹാനവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഏതായാലും ഷഹീദായി. നേരത്തെ വെള്ളം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ രണ്ട് സ്വഹാബികളുണ്ട്. അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് തിരിച്ചവരിലേക്ക് പോയപ്പോൾ അവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. മരണസമയത്ത് പോലും തന്റെ ദാഹത്തിന് വില കൽപ്പിക്കാതെ കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്നൊരിറ്റുപോലും വെള്ളം കുടിക്കാതെ അടുത്തുള്ള തന്റെ സഹോദരന് വെള്ളം കൊടുക്കാൻ കൽപ്പിച്ച സ്വഹാബികളാ. ഇവരുടെ മനസ്സ് നമുക്കുണ്ടോ? ഇവരുടെ മനസ്സിന്റെ വിശാലതയുടെ അല്പമെങ്കിലും നമുക്കുണ്ടോ? സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്ത് ചില ചെറിയ സ്വതക്കകൾ മാത്രം കൊടുത്തു ജീവിക്കുന്നവർ അല്ലാഹ് കൊടുത്തത് മുഴുവനും സ്വീകരിക്കട്ടെ. കൊടുത്തതൊന്നും ഒന്നുമല്ല എന്ന ചിന്ത നമുക്കുണ്ടാകട്ടെ. ഇങ്ങനെ മനസ്സിന്റെ വിശാലതയോടുകൂടെ ജീവിക്കുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഒരാൾ അടിമകളുടെ പ്രയാസങ്ങൾ ദുനിയാവിൽ വെച്ച് മന്നഫസ ഖുർബതം മിൻ ഖുറബിൻ ദുനിയാവിൽ വെച്ച് ആരുടെങ്കിലും പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അസ്സദഖത്തു തദ്ഫഉ സൂഅൽ മീതത്തസ്സൂ വസ്സദഖത്തു തദ്ഫഉ മീതത്തസ്സൂ. ദുർമരണത്തിൽ നിന്ന് കാക്കും സ്വതക്ക എന്ന് പറഞ്ഞല്ലോ. എല്ലാ സ്വതക്കകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു നൽകുമാറാകട്ടെ.